ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കർണാടകയിലേക്ക് വരുന്നു. ഈ മാസം 14-ാം തീയതി മംഗളൂരുവിലും മൈസൂരുവിലും നടക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരും പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ട്. ബംഗളൂരുവിലെ പുതിയ ബ്യൂറോയിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. കർണാടകത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അരുൺ? ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. കർണാടകയിലും തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സംസ്ഥാനം കർണാടക തന്നെയാണ്. കർണാടകയിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. അത് മറികടക്കുകയാണ് BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ കർണാടകയുടെ പൊതു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിഭിന്നമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറ്. ആ പ്രതീക്ഷ തന്നെയാണ് BJP പങ്കുവെക്കുകയും ചെയ്യുന്നത്. പരമാവധി ദേശീയ നേതാക്കളെ തന്നെ സംസ്ഥാനത്ത് എത്തിച്ച് പ്രചാരണത്തിൽ മുമ്പിലെത്തുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രചാരണത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കർണാടകയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മാറ്റം എന്നുള്ളത് JDS BJP സഖ്യം രൂപപ്പെട്ടു എന്നതാണ്. JDSനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടമുണ്ടായി. അവരുടെ സ്വാധീന മേഖലയിൽ ഉൾപ്പെടെ നഷ്ടം സംഭവിച്ചുവെന്ന് നമുക്കറിയാം. എന്നാൽ JDSന്റെ സഖ്യം പ്രത്യേകിച്ച് ഈ മൈസൂരു, മാണ്ഡ്യ, ഹാസൻ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് മൈസൂരു മേഖലയിലെല്ലാം അവിടുത്തെ മണ്ഡലങ്ങളിലെല്ലാം നേട്ടം കൊയ്യാൻ സാധിക്കും, അത് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ BJP എന്തായാലും പങ്കുവെക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായിട്ടാണ് കർണാടകയിൽ എത്തുന്നത്. ഞായറാഴ്ച മംഗളൂരുവിലും മൈസൂരുവിലും റോഡ് ഷോ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 14 മണ്ഡലങ്ങളിൽ പരമാവധി ദേശീയ നേതാക്കൾ JP നദ്ദ, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ എത്തും എന്നതാണ് ഇപ്പോൾ BJP ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രചാരണം അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പ്രധാനമായും 5 ഗ്യാരണ്ടികൾ അവർ നടപ്പിലാക്കിയെന്ന ആ കാര്യം അവകാശവാദവുമായിട്ടാണ് അവരുടെ പ്രചാരണം പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് നമുക്കൊപ്പം ചേർന്ന്.